പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും രവിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുപാടധികം സ്നേഹിച്ചിട്ട്, നിങ്ങൾ പരസ്പരം ഒരുപാടധികം സ്നേഹിച്ചിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു നിമിഷം നിങ്ങളെ വിട്ടെറിഞ്ഞു പോയ, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് വിട്ടെറിഞ്ഞു പോയ ആ ഒരു വ്യക്തി, അവൻ അല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ടൈംലെസ് വീഡിയോ ആയതിനാൽ തന്നെ നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നോ ആ സമയം മുതൽ ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ആവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജനറൽ വീഡിയോ ആയതിനാൽ തന്നെ ഒരുപാട് പേരുടെ ഊർജ്ജം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയെല്ലാം അതിനെ വിട്ട് കളഞ്ഞേക്കുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പറിൽ 70-125 കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കാണുന്ന കൂട്ടുകാരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും ലൈക്ക് ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ അമർത്തണമെന്നും യൂണിവേഴ്സിനോട് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, നിങ്ങൾ ലോകത്തിൽ മറ്റാരേക്കാളും സ്നേഹിച്ച, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയെ ഒന്ന് മനസ്സിലാലോചിക്കുക. ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താവട്ടെ, നിങ്ങളുടെ ഒരു റിലേറ്റീവ് ആവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരുപാടധികം സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം എന്താണ് അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡുകൾ എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രേ ചെയ്യൂ കേട്ടോ. ഈ എനർജി ആയിട്ട് ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രേ ചെയ്യുക. ജസ്റ്റിസ്, 9 of Wands, 2 of Swords, 10 of Swords, Ace of Pentacles, 3 of Swords. സോർട്സിൻ്റെ കളിയാണല്ലോ. King of Wands, The Sun. എത്ര കാർഡായി നോക്കാട്ടോ, ഞാൻ എണ്ണിയില്ല. അപ്പോൾ ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 മതി. 8 കാർഡ് മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി ഉണ്ടല്ലോ, അവൻ അല്ലെങ്കിൽ അവൾ, അത് നിങ്ങളുടെ ഭാര്യയായിരിക്കാം, സുഹൃത്തായിരിക്കാം, കാമുകിയായിരിക്കാം, എക്സ്ട്രാ റിലേഷൻ ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ആരുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ട് നിങ്ങളെ വിട്ടുപോയ ഒരാളുണ്ടല്ലോ, പെട്ടെന്നൊരു നിമിഷം നിങ്ങളെ വിട്ടുപോയ, അത് ഭാര്യയാവാം, കാമുകിയാവാം, എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആവാം, ഇനി കസിനാവാം, ആ സുഹൃത്താവാം, ആരുമാവാം. അവർ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരവസ്ഥയാളൊക്കെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഏറ്റവും അവസാനം പറയേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അവരിപ്പോൾ എന്തൊക്കെയോ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ അവർ നേരിടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ അങ്ങനെ മറ്റാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. ഇതൊരു പക്ഷേ മാസങ്ങളായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. മാസങ്ങൾ മീൻസ് എന്ന് വെച്ചാൽ മാസങ്ങളായിട്ടുണ്ടാവും. ഈ കാണുന്നവരിൽ ഭൂരിഭാഗവും ഒരു മാസത്തിനപ്പുറത്തേക്കെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും നിങ്ങളെ വിട്ടു പോയിട്ട്. ചിലപ്പോൾ ആഴ്ചകളാവാട്ടോ, ചിലവരുടെ കാര്യത്തിൽ ആഴ്ചകളും ആവാം. പക്ഷെ എന്നാലും കുറച്ച് നാളായിട്ടുണ്ടാവും ഈ കാണുന്ന ഊർജ്ജത്തിലുള്ളവരുടെ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ട്. പക്ഷേ അവരൊരിക്കലും ഹാപ്പിയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ. അവരെന്തിൻ്റെ പേരിൽ നിങ്ങളോട് വഴിക്കൂടി പോയതാണെങ്കിലും ശരി, പരസ്പരം പറഞ്ഞ് അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി നമുക്ക് പിരിയാമെന്ന് പറഞ്ഞതാണെങ്കിലും ശരി, ഏത് വിധേനയാണെങ്കിലും അവർ ശരിക്കും വളരെയധികം വേദനിക്കുന്നുണ്ട്. അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ പിറകിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാൻ ചില വീഡിയോകളിൽ പറയാറുള്ളത് പോലെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അവരോട് ഇഷ്ടം തോന്നിയതാവാം, അങ്ങനെയും ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം അവരുടെ വീട്ടുകാർ, നാട്ടുകാർ, ജോലി സ്ഥലത്തെ സുഹൃത്തുക്കൾ, മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും രീതിക്ക് അവരെ സ്വാധീനിച്ചതുമാവാം. ഇനി അതൊന്നും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പാഷൻ, ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞൊരു പാഷനാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തേക്കാളും നിങ്ങളോടുണ്ടായിരുന്ന പ്രണയത്തേക്കാൾ ഉപരി ആ ഒരു പാഷനോട് സ്നേഹക്കൂടുതൽ വന്നതുമാവാം.
അപ്പോൾ ചിലപ്പോൾ അത് ഓരോ വ്യക്തികളുടെ രീതി അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കുക, ഒരു പുരുഷനോ സ്ത്രീ ആയിട്ടോ നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നോ, അത് വീട്ടുകാരോ കൂട്ടുകാരോ തടഞ്ഞതാണോ, ഇനി അങ്ങനെ പാഷൻ വന്നതാണോ, അതങ്ങനെ ചിന്തിച്ചു നോക്കുക. ഈ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് ആ വ്യക്തിയോട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ഒപ്പം അവരുടെ പിറകിൽ നിന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇവർ ശരിക്കും വയ്യാതെ വിഷമിക്കുന്നുണ്ട്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ബുദ്ധി ഒന്ന് തെളിയിക്കാൻ ഇവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം ബുദ്ധി തെളിയിക്കാൻ പറ്റാത്ത വിധത്തിൽ അനുനിമിഷം ഓരോരുത്തർ വന്നിട്ട് ഈ നിങ്ങളുടെ ബന്ധത്തിന് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനേ പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഗാഢമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്, ഒരു പുതിയ കമ്പാൻഷന് വേണ്ടിയിട്ട്, പുതിയൊരു മനോഹരമായിട്ടുള്ള ഒരു തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ, ഇതിൻ്റെ അകത്ത് ഫോട്ടോ കാണുമ്പോൾ ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വച്ചിട്ടുണ്ടാവും. കുറച്ച് ന്യൂഡായിട്ടുള്ള ഒരു പിക്ചറാണ്, പക്ഷെ മോശം പിക്ചറൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പോലും നമ്മളത് ജസ്റ്റ് ഒരു സാധനം വെച്ചങ്ങോട്ട് മറച്ച് കളഞ്ഞേക്കും. അവർ ശരിക്കും ഒരു പുതിയ പാഷനിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു നീതി നടപ്പിലാവണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. അതേ രീതിയിൽ തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്കും അവർക്ക് പോകണമെന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞിനെ പോലെ ഇപ്പം നിങ്ങളുടെ സ്നേഹം വീണ്ടും പുനരാരംഭിക്കണമെന്നൊക്കെ അവരുടെ മനസ്സിൽ ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ആ ഒരു കുഞ്ഞിനെ പോലെ ഒരു ബന്ധം തുടങ്ങുമ്പോൾ, നമ്മൾ ഇതിക്ക് മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പരിപാലിക്കണം. അങ്ങനെ നല്ല രീതിക്ക് പരിപാലിച്ചെങ്കിൽ മാത്രമാണ് അവൻ മനോഹരമായിട്ട് വളർന്നു വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു കുട്ടിയെ മുകളിൽ നിങ്ങളുടെ ബന്ധം 1 എന്ന് മുതൽ തുടങ്ങാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇത്രയൊക്കെ എതിർപ്പുകളും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു തീരുമാനമെടുക്കാൻ പോകാൻ പറ്റാത്തത് നിരവധി ആളുകൾ അല്ലെങ്കിൽ നിരവധി സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഓരോ വ്യക്തികളുടെ കാര്യത്തിലും വ്യത്യസ്തമായിരിക്കും. ചിലവരുടെ കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, ചിലവരുടെ കാര്യത്തിൽ ജാതി മതമായിരിക്കാം, ഓരോ ബന്ധത്തിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ചേർന്നിട്ട്. അത് മനോഹരമായിട്ടുള്ളൊരു തുടക്കമാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, ഇവർക്ക് ഒരുപാടധികം എതിർപ്പുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്ക് വേദനിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഇതിനെ അവർക്ക് അതിജീവിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. മിക്കവാറും നോ കോണ്ടാക്ട്സിലൊക്കെ ആയിരിക്കും നിലവിൽ നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിറ്റുവേഷനിൽ നിങ്ങൾ മിണ്ടിക്കൊണ്ട് ചെന്നാൽ പോലും നിങ്ങളോട് മിണ്ടണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ നിരപരാധിത്വം അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ച് പോയതാണ് അവരെങ്കിൽ, അല്ലെങ്കിൽ ഇവരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് ആ പെൺകുട്ടിയെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടിയെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പക്ഷേ നിങ്ങൾ നിരവധി തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ വീണ്ടും വിളിച്ച് നിങ്ങൾ സ്വയം താഴണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചിലരുടെ കാര്യത്തിലെങ്കിലും ഈ ബന്ധങ്ങളൊക്കെ പോയത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ലാത്തതാണ്. സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ചിലവരെങ്കിലും ഈ കൂട്ടത്തിൽ ആ പോയ വ്യക്തികളിൽ ചിലവരെങ്കിലും അമിതമായിട്ടുള്ള ഈഗോ ഉള്ളവരായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ വിധിയാണെല്ലാം, ഞാൻ ഈ ജീവിതത്തിലെല്ലാം സഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മനോഭാവമുള്ള നിരവധി ആളുകളുണ്ട്. വിക്ടിം, അതിനെന്ത് പേര് പറയും, പെട്ടെന്ന് എൻ്റെ വായിൽ കിട്ടുന്നില്ല, ഇരവാദം. അതായത് എൻ്റെ വിധികളെല്ലാം ഇങ്ങനെയാണ്, ഞാനിത് സഹിക്കാൻ തയ്യാറാണ്, എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരില്ല. അതെൻ്റെ വിധിയാണെന്നും പറഞ്ഞ് അവർ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരെ ചതിയേറ്റി വാങ്ങേണ്ടി വന്നാലും അത് ദൈവം തന്നാന്ന് പറഞ്ഞിട്ട് സ്വയം സ്വീകരിക്കും. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കാൻ നിൽക്കരുത്. കാരണം നമുക്ക് ദൈവം അത്യാവശ്യം ബുദ്ധിയും ബോധവും വിവരവും വിവേചന ബുദ്ധിയും ഒക്കെ തന്നിട്ടുണ്ട്. ദൈവത്തിന് 24 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളും നോക്കിയിരിക്കാൻ മാത്രമല്ല സമയം. അപ്പോൾ ആ ബുദ്ധി തന്നിട്ടില്ലെങ്കിൽ ശരിയാണ്, ബുദ്ധി കൊടുക്കാത്തൊരു പയ്യനെ കുറിച്ചാണെങ്കിൽ ദൈവം എപ്പോഴും അവനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും അവനെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിക്ക് ഇവരെന്ത് പറഞ്ഞാലും ഇരവാദികളാണെങ്കിൽ അവർ തിരിച്ചു വരില്ല എന്നുള്ള സത്യം കൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും.
ഇതെല്ലാവരുടെ കാര്യമല്ല, കുറച്ച് പേരുടെയെങ്കിലും കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും അവരൊക്കെ ഒരുപാടധികം തടഞ്ഞിട്ടും ഒരുപാടധികം മാനസികമായിട്ട് വേദനയിൽ നിൽക്കുമ്പോഴും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. എന്നിരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് ശക്തമായിട്ട് തന്നെ അവർ ഓർക്കുന്നുണ്ട്. അവരൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്, പുതിയ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. സമ്പൽ സമൃദ്ധിയോടുകൂടി പുതിയൊരു തുടക്കത്തോടെ നിങ്ങളോടൊപ്പം ഒന്നിച്ചു പോകാൻ സാധിക്കുമെങ്കിൽ അത് നന്നായിരിക്കുമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റെസിനേറ്റ് ആയവർ മാത്രം ഇത് എടുത്താൽ മതി, ജനറൽ വീഡിയോ. അതിനാൽ തന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ലൈക്ക് ബട്ടണും അമർത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.